ഇതെന്നെ മാത്രം ഉണ്ടാക്കിയതാണ്. നോക്കിക്കോ, കള്ളം പറയാനല്ലോ. അങ്ങനെ എങ്ങാനും ഒരു സ്ഥിതി വന്നാല് അപ്പൊ ഞാൻ തൂങ്ങിച്ചാ. എനിക്ക് ഇതൊക്കെ ഭയങ്കര അത്ഭുതമായിട്ടാ തോന്നുന്നു. നിങ്ങൾക്ക് ചിലപ്പോ അങ്ങനെ തോന്നുന്നുണ്ടാവില്ല. GST അടക്കേണ്ടി വരുമല്ലോ മാസാകുമ്പോ. അതുണ്ട്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ. ഏതെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. എല്ലാവരെ അസൂയ പോകത്തിന് പണി വെക്കുന്നത് അറിയില്ല. ഇത്രയും ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരാളെ ആദ്യമായിട്ട് കാണുക അല്ലേ ബൈ? ഡെയിലി 50 കോള് വരും അല്ലേ? 50 വേണ്ട, അപ്പുറത്തുണ്ട്. കണ്ടിന്യൂസ് കോളാ. എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടായി. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു. അതെ, അതാ എനിക്ക് ചിരി വന്നത്. കേരളത്തിൽ മാത്രമല്ല, തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. മലയാളീസ് എല്ലാവർക്കും നമ്മളെ അറിയാം. മുന്നിലിരുത്തി പുകഴ്ത്താണെന്ന് കരുതരുത്. ഇത്രയും നല്ല മനസ്സുള്ളൊരു മനുഷ്യനെ ഓ ഈ പുറത്ത് കാണുന്ന തിളക്കൊക്കെ അകത്തുണ്ടെന്ന് കൂട്ടിക്കോളൂ. ഇതൊരു 10,000 രൂപ. ഇതൊരു അഡ്വാൻസ് ആയിട്ട് അങ്ങോട്ട് വെക്കും. ബാക്കി കാശ് അടുത്ത ആഴ്ച. ഫുൾ ക്യാഷ് റെഡിയാവുമ്പോ എന്നെ വിളിച്ചാൽ മതി. റെഡി ക്യാഷ് അല്ലാത്ത ഒരു ഡീലിങ്സിനും ഞാൻ എനിക്കൊരല്പം ധൃതിയുണ്ട്. ഇപ്പൊ ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും. വരട്ടെ.